ഒരു മാന്യനായ വ്യക്തി, എല്ലാ സ്വഭാവഗുണമുള്ള ആളാണ്, സഹൃദയനാണ്. എന്റെ അയൽവാസിയായിട്ട് വരും. അദ്ദേഹം, ഭാര്യ, 2 മക്കള്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അവരൊക്കെ നല്ല രീതിയിൽ എത്തിച്ചു. എപ്പോഴെങ്കിലും കണ്ടാൽ അടുത്ത വീടാണെങ്കിൽ ഒന്ന് കയറാനായിട്ട് പറയും. ഇരുന്ന് ഞങ്ങൾ സംസാരിക്കും. ആരും കുറ്റം പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തിന് അസുഖം വന്നു. എല്ലാവരും പേടിയോടുകൂടി പറയുന്ന അതേ അസുഖമാണ് വന്നത്. ആ അസുഖത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഇന്നിപ്പോ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് അത് പറയുന്നില്ല എന്നത്. അത് പല വിഭാഗമുണ്ട്. പലതും അസുഖമല്ല, അല്ലാത്തതിന് ഈ കൂട്ടത്തിൽ പെടുത്തു. എന്തായാലും അദ്ദേഹം കുറച്ച് വിഷമത്തിലായി. അദ്ദേഹം മരിച്ചു. അവിടെ ചെന്നപ്പോ ഭാര്യയും 2 മക്കളും അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ട്. റെസിഡൻഷ്യൽ അസോസിയേഷനിൽ വിവരം കിട്ടിയപ്പോ അവിടുന്ന് വന്നിട്ടുള്ള ഒരു 3 പേരും, വലിയൊരു ജനക്കൂട്ടൊന്നും അവിടെ ഇല്ല. ആ 3 പേരും അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഈ ഡെഡ് ബോഡി എടുക്കുന്നവരെയും ഇനിയിപ്പോ വേറെ ആരും അവിടേക്ക് വരാനില്ല. ഒരു മരണ വീടിന്റെ യാതൊരു പ്രതീതി അവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നി. കുറച്ചുനേരം ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഡെഡ് ബോഡി എടുക്കാന്ന് സ്റ്റേജിലെത്തിപ്പോ നിരത്തുവക്കിലാണ് വീട്. ഞാൻ ഗേറ്റിന്റെ അവിടുന്ന് താഴോട്ടാണ്. ഒരാള് അതിൽ വന്നു. എന്താ അവിടെ? ഇന്ന ആള് മരിച്ചു. അതാരാ? ഇയാൾക്കറിയില്ല. പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്താണ്, അങ്ങനെ ആളുടെ ഉദ്യോഗ പവറൊക്കെ പറഞ്ഞു. ചീഫ് എക്സിക്യൂട്ടീവ് അങ്ങനെയൊക്കെയുള്ള ചില പദവി ഉണ്ടാവുക. അയാളങ്ങോട്ട് കയറിയൊന്നുമില്ല, ഇങ്ങനെ കാണിച്ചിട്ട് പോയി. രണ്ടാമത് എതിർ ദിശയിൽ ഒരാൾ വന്നു. എന്താ ഇവിടെ? ആള് കൂടി വന്നു. ഇന്ന ആള് മരിച്ചു. ആരാ? ഞാനിതൊക്കെ പറഞ്ഞു. ഈ ആളെ കണ്ടിട്ടുമില്ല. മറ്റാളും പോയി. യഥാർത്ഥത്തിൽ ഉഗാണ്ടയെന്നോ എത്യോപ്യയെന്നോ ഒരാള് മരിച്ചാൽ വരുമോ ആളുകള്? അയൽവാസികളൊക്കെ അറിയണ്ടേ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു? അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന ആ പരാജയത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചെന്നു. അതിലെ പോകുമ്പോ ഇങ്ങോട്ട് പറഞ്ഞപ്പോ കേറിയതാണ്. എന്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടേ ഇല്ല. 3 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. എന്റെ വീട്ടിൽ വന്നിട്ടില്ല. അത് അവിടേക്കും പോവില്ല. ഉത്തമൻ എന്ന രീതിയിൽ പേര് വിളിക്കാവുന്ന ജീവിതമാണ്. പക്ഷെ സ്വന്തം വീടും കുടുംബവും വിട്ട് ഒരു ആക്ടിവിറ്റീസും അദ്ദേഹത്തിന് ഇല്ല. ഉത്തമൻ എന്ന് വിളിക്കാൻ കാരണം അത് വലിയ കാര്യം തന്നെയാണ്. മക്കളെ വളർത്തി നല്ല രീതിയിൽ എത്തിച്ചു. നല്ല ഗൃഹസ്ഥനാണ്. ഇത് വലിയൊരു കാര്യമാണ്. പക്ഷെ നല്ല ഗൃഹസ്ഥനായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ മഹാനാവുന്നില്ല. തീർച്ചയായിട്ടും അത് ഉത്തമമാണ്, അതിനെ കുറഞ്ഞു കാണുകയല്ല.
മഹത്വത്തിലേക്ക് ഉയരണമെങ്കിൽ ഒന്ന് അതിനെ മറികടന്നിട്ടുള്ള ഒരു വീക്ഷണം ജീവിതത്തിൽ ഉണ്ടാകണ്ടേ. ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നല്ല ആള്. അതിനേക്കാൾ മോശക്കാരാണ് 90% ജനങ്ങളും. 90% ജനങ്ങളും ഇതിലും മോശക്കാരാ. അത് വെച്ച് നോക്കുമ്പോ നല്ല ആളാണ്. പക്ഷെ ഉത്തമനായ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് ആ വ്യക്തിയെ ആദരിക്കണമെങ്കിൽ അതിൽ കവിഞ്ഞ ഒരു 2 മാർക്ക് കൂടി കിട്ടണം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. സമൂഹമായിട്ട് ബന്ധം, അതിലെപ്പോഴും ചിരിക്കുക. അതിലെ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റി പോകുന്നുണ്ടെങ്കിൽ ആ ഇരയാണ് പോകണല്ലേ സഹകരിക്കുക. മോരും വെള്ളം കൊടുക്കുക. പണ്ടൊക്കെ എങ്ങനെ ഉണ്ടോ ആ മോരും വെള്ളം കൊടുത്താൽ മതി. ഏതെങ്കിലും രീതിയിൽ ഉത്തമയായ ഒരു കുടുംബിനി നല്ല തന്നെയാണ്. ആർക്കും ഒന്നും കൊടുക്കില്ല. ഉത്തമയായ കുടുംബിനിയോ തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണെങ്കിലും സമൂഹവുമായിട്ടൊരു ബന്ധം ആർക്കും ഉണ്ടാകണം. 4-5 പേര് അതിലെ പോണവര് മരിച്ച ആളിന്റെ അതേ സ്ഥലത്ത് ജീവിക്കുന്നവർ പോകുമ്പോൾ 5 പേരും ആരാ അത് എന്ന് ചോദിക്കണമെങ്കിൽ ഒന്ന് ഗേറ്റിനവിടെ വന്നു, ഈ പോണവരെ നോക്കി ചിരിച്ചു. നമ്മളെവിടെ ജോലി ചെയ്യണ ഒരു ചോദ്യം ചോദിക്കുക. ഇദ്ദേഹത്തിനില്ല. സൽഗുണസമ്പന്നനാണ് താൻ. പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്ത വന്നോന്ന് അറിഞ്ഞുകൂടാ. മഹാനായിട്ടുള്ള സായിബാബ സംസാരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു, ഒറ്റപ്രാപ്തി, ഒറ്റക്കാലിൽ നിൽക്കാറാവണം. ഇതിന്റെ അർത്ഥം ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കുക എന്നല്ല. ആ പ്രാപ്തി നമുക്കുണ്ടാവണം. പാസുമാർക്കാണ് ഇതൊക്കെ. എല്ലാവരും വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഒറ്റക്കാലിൽ നിൽക്കാറായി. മകനെന്നെ തോന്നി കല്യാണം കഴിക്കണം. അച്ഛൻ ഒറ്റക്കാലിൽ നിൽക്കാറാവട്ടെ എന്ന് പറഞ്ഞിരുന്നു. ഉദ്യോഗം കിട്ടി. അപ്പൊ ഒറ്റക്കാലിൽ നിൽക്കാറായി. കല്യാണത്തിന് വരനായി വന്നപ്പോ 2 കാലായി. ശരിക്കും 2 കാലിൽ നടക്കാറായി. ഒരു ഉദ്യോഗം ഉണ്ടാവുകയും വരുമാനം ഉണ്ടാവുക ചെയ്യുമ്പോ നമുക്ക് 2 കാലായി. അപ്പൊ ഇനി കല്യാണം കഴിക്കാം. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി. ഇപ്പൊ എത്ര കാലായി? 4 കാല്. 4 എന്നൊരു വിഭാഗമുണ്ട്. 4 കാലുള്ള വിഭാഗം. പിന്നെ ജീവിക്കുന്നത് 4 ജീവിതമാണ്. മഹാനായ ഒരാള് പറഞ്ഞതാണ്. 4 എങ്ങനെ ജീവിക്കണോ? ഞാനും എന്റെ ഭാര്യയും മാത്രം. കുറച്ച് കഴിയുമ്പോ വീട്ടുകാരെ വരെയും മറക്കും. 4 ധർമ്മം ആഹാരം, നിദ്ര, മൈഥുനം, ഭയം. ഇത് 4 4. ഇവിടെ ഭയം എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളെ സ്വത്ത്, മുതല്, വീട്, 4 ചുമര്, 6 സെന്റ് സ്ഥലം. അവിടേക്ക് ആരെങ്കിലും കയറി വരുമ്പോഴേക്കും നമ്മളിങ്ങനെ നോക്കും. 4. ഒരു കുട്ടി ജനിച്ചപ്പോ 6 കാല് ഷഡ്പദം. ഷഡ്പദം എന്നൊരു ജീവിയുണ്ട്. ആ ജീവിയുടെ ധർമ്മം ആയി. 2 കുട്ടിയായാലോ 8 കാല്. 8 കാലിയുടെ ജീവിതം ആ വലയിൽ നിന്നും പുറത്തേക്ക് പോകാതെ 8 കാലി അവിടെ നിൽക്കും. 8 കാലി ഇങ്ങനെ അല്ലാന്നൊക്കെ വേറെ ടാക്കുണ്ട് കേട്ടോ. 8 കാലിയുടെ മുഖത്തും വേറെ ഭയങ്കരമായിട്ട്. ഇപ്പൊ പറയുമ്പോ ഒരു ഉദാഹരണം എടുക്കുമ്പോ, ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയുമ്പോ അത്ര അതിന് പ്രാധാന്യമുള്ളൂ.
നിങ്ങളല്ലേ എട്ടുകാലിയെ പറ്റിയിട്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ചെന്ന് പറയരുത്. ആ എട്ടുകാലി അവിടെ ഇങ്ങനെ ആ വലയും കെട്ടിയിട്ട് നിൽക്കും. ഉത്തമമായ ജീവിതം തന്നെയാണെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഗാന്ധിജി വിദേശത്ത് പോയപ്പോ അവിടെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, മഹാനായ ആളാണ്, കേട്ടപ്പോ തരക്കൊടൊന്നുമില്ല. ഇനിയോ എടുത്തു പറയാൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു മാർക്കിന്റെ കാര്യം. ബാക്കിയുള്ളവർ ഇതിലും മോശമാണ്. കുടുംബം നോക്കാതെ ജീവിക്കുന്നവരുണ്ട്, അവരെ നമ്മൾ ഈ കൂട്ടത്തിലേക്ക് വരുന്നില്ല. എടുത്തു പറയാൻ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ ഒരാളോ ഒരു ബന്ധോ അടുത്ത വീട്ടിലേക്ക് ഒരു പോക്കോ, ആളുകളെ കണ്ടാൽ ചിരിയോ, കുട്ടികളെ കണ്ടാൽ കുശലമോ, അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ കൂടെ വേണം. അതിനെ ഒറ്റുകാലി എന്ന അവസ്ഥയെ ഒന്ന് മറികടക്കണം. മഹാന്മാര് പറഞ്ഞതാണ്, ഒന്ന് മറികടക്കുക. UP സ്കൂളിന്റെ വാർഷികത്തിന് അവിടെ വന്നിട്ട് ഒരു കവിത വായിച്ചാൽ മതി. കവിത എഴുതാത്തവരോ, കവിത എഴുതാത്തവര് കവി വായിക്കാൻ വേണ്ടി വരുമ്പോ അവിടെ നിന്നൊരു ആളായിട്ട് എല്ലാവരോടും മാറി നിൽക്കുക എന്ന് പറഞ്ഞ് വലിയ കാര്യമാണ്. ഉത്സവം വരുമ്പോ, ഘോഷയാത്ര വരുമ്പോ എല്ലാവരും കൂടി നിൽക്കുക എന്നുള്ള കുറച്ച് അവളെ നിന്നിട്ട് ബാക്കി എല്ലാവരും മാറി നിന്നോളൂ, പുറപ്പെട്ടോളൂ. അത് ചെറിയൊരു കാര്യമില്ല. ആ പുറപ്പെട്ടോളൂ കൊണ്ട് ആ കൈ കാണിക്കുന്ന ആളെ മരിച്ചു കഴിയുമ്പോ ആ നാട്ടുകാർക്ക് അയ്യോ അത് നമ്മളുടെ ഇന്നോടത്തിയിലത്തെ ഉണ്ണിക്കുട്ടനല്ലേ, നമ്മൾ വരും. അവർക്ക് അതിന്റെ പ്രാധാന്യമാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടി ജീവിതത്തിൽ എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നത് നല്ലതല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.